കഥയുടെ തുടക്കത്തിൽ തന്നെ ഓഫീസിലുള്ള പോളിനോട് മകൻ വിളിച്ച ശേഷം പറയും, മമ്മി ആരോടോ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, പപ്പ ഉടനെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയും. എന്നാൽ മോൻ പേടിക്കാതിരിക്കും, പപ്പ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പോൾ പറയും. എന്നാൽ ഇതേ സമയം പോളിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന റെബേക്ക നിൽക്കുന്ന സ്ഥലത്തെ ലൈറ്റ് പെട്ടെന്ന് ഓഫാകും. ലൈറ്റ് തിരിച്ചു വരുമ്പോൾ അവിടെ കിടക്കുന്ന ഡ്രസ്സ് അനങ്ങുന്നത് കണ്ട് റെബേക്കയ്ക്ക് എന്തോ പ്രശ്നം തോന്നി അവൾ റൂമിലേക്ക് പോകും. ജോലി കഴിഞ്ഞ റെബേക്ക റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം റൂമിലെ ലൈറ്റ് ഓഫാക്കുമ്പോൾ കോർണറിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നും. അവൾ വീണ്ടും ലൈറ്റ് ഓൺ ആക്കുമ്പോൾ അവിടെ ആരെയും കാണില്ല. എന്നാൽ വീണ്ടും ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ അവിടെ ആരോ നിൽക്കുന്നത് അവൾ കാണും. ഉടനെ തന്നെ പോളിന്റെ അടുത്തെത്തിയ റെബേക്ക കൂടുതലൊന്നും പറയില്ല. ഇവിടെ എന്തോ പ്രശ്നമുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, സമയം ഇത്രയും ആയില്ലേ, നീയും വീട്ടിലേക്ക് പോകാൻ നോക്കൂ എന്ന് റെബേക്ക പോളിനോട് പറഞ്ഞ് ഓഫീസിൽ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് പോൾ കമ്പനിയുടെ ഉള്ളിലേക്ക് പോകും. അവിടെ ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് ഒരു രൂപം നിൽക്കുന്നത് കണ്ട് പോൾ അങ്ങോട്ടേക്ക് ചെല്ലും. പോൾ ഒരു നിമിഷം ആ രൂപം കണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകും. എന്നാൽ വീണ്ടും ലൈറ്റ് വരുമ്പോൾ ആ ഗോസ്റ്റ് ഒരു ലൈറ്റ് ഇല്ലാത്ത കോർണറിലേക്ക് മാറി നിൽക്കുകയാണ്. പോൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വെച്ച് ആ ഗോസ്റ്റ് പോളിനെ അറ്റാക്ക് ചെയ്യും. പോൾ ഉടനെ തന്നെ ലൈറ്റിലേക്ക് കയറുക. എന്നാൽ ആ ഗോസ്റ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗം നോക്കി പോളിന്റെ അടുത്ത് വന്ന് നിൽക്കും. പോൾ അവിടെ നിന്ന് ഓടി തന്റെ ഓഫീസിലെത്തി ആ ഗോസ്റ്റിനെ അടിക്കാനായി ഒരു വടിയൊക്കെയായി നിൽക്കുമ്പോൾ ഓഫീസിന്റെ പുറത്തെ ലൈറ്റ് ഓഫ് ആകും. പെട്ടെന്ന് ഓഫീസിന്റെ അകത്തെയും ലൈറ്റ് ഓഫ് ആകും. അപ്പോഴേക്കും പോൾ ഉള്ള ഡോർ തനിയെ ഓപ്പൺ ആയി വരും. പോൾ പേടിച്ച് നിൽക്കുമ്പോഴേക്കും പിറകിൽ നിന്ന് ആ ഗോസ്റ്റ് വന്നു പോളിനെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. പോൾ മരിച്ച് കുറെ നാളുകൾക്ക് ശേഷം റെബേക്ക എന്ന പേരുള്ള പെണ്ണും അവളുടെ ബോയ് ഫ്രണ്ട് തങ്ങളുടെ റൊമാൻറ്റിക് ടൈം കഴിഞ്ഞ് കട്ടിലിൽ കിടക്കുകയാണ്. അതിനുശേഷം റെബേക്ക തന്റെ ബോയ് ഫ്രണ്ടിനെ നിർബന്ധിച്ച് ഇനി നാളെ കാണാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞയക്കും. എന്നാൽ ഇതേ സമയം മരിച്ചുപോയ പോളിന്റെ മകൻ തന്റെ മമ്മി ആരോടോ സംസാരിക്കുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. എന്നിട്ട് അവൻ മമ്മിയുടെ റൂമിലേക്ക് പോകുമ്പോൾ സോഫി ആരോടോ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. സോഫി അപ്പോൾ തന്റെ മകനോട് ചോദിക്കും, നമ്മൾ സംസാരിക്കുന്നത് കേട്ടാണോ നീ ഉണർന്നതെന്ന്. എന്നാൽ ആ റൂമിൽ സോഫി അല്ലാതെ വേറെ ആരും തന്നെ ഇല്ലായില്ല. സോഫി തന്റെ മകനോട് പോയി കിടന്നുറങ്ങാൻ പറയും. അങ്ങനെ തിരിച്ചു പോകാനായി ഒരുങ്ങുമ്പോൾ തന്റെ മമ്മിയുടെ റൂമിന്റെ ഡോർ ഒരു കറുത്ത രൂപം വന്ന് അടയ്ക്കുന്നത് കണ്ട് പേടിച്ച് അവൻ അവന്റെ റൂമിലേക്ക് ഓടും. തിരിച്ചു തന്റെ റൂമിലെത്തിയെങ്കിലും പേടിച്ചിട്ട് അന്ന് അവൻ ആ രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൻ അടുത്ത ദിവസം സ്കൂളിലിരുന്ന് ഉറങ്ങുന്നത് കണ്ട് ചൈൽഡ് സർവീസ് ഓഫീസർ റെബേക്കയെ സ്കൂളിലേക്ക് വിളിച്ച ശേഷം പറയും, നിങ്ങളുടെ അനിയൻ മാർട്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ മരിച്ചുപോയ നിങ്ങളുടെ അച്ഛൻ പോൾ ആണ് എന്നെ ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ എന്റെ സ്റ്റെപ്പ് ഫാദർ ആണ് പോൾ എന്ന് റെബേക്ക പറയും. എന്നാൽ നിങ്ങളുടെ അനിയൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്കൂളിൽ വന്നിരുന്ന് ഉറങ്ങുകയാണ്, അതിന്റെ കാര്യം ചോദിച്ചപ്പോൾ നിങ്ങളെ കാണണമെന്നാണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് റെബേക്കയും കൂട്ടി അവർ മാർട്ടിന്റെ അടുത്തേക്ക് പോകും. തന്റെ ചേച്ചിയെ കാണുമ്പോൾ മാർട്ടിൻ പറയും, എനിക്ക് മമ്മിയുടെ വീട്ടിൽ താമസിക്കേണ്ട, നീ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന്. റെബേക്ക മാർട്ടിനെയും കൂട്ടി തങ്ങളുടെ മമ്മിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ എത്തിയ ശേഷം റെബേക്ക മാർട്ടിനോട് ചോദിക്കും, നിനക്ക് ഉറപ്പാണോ എന്നോടൊപ്പം വരണമെന്നത്? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാണ്, രാത്രിയൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് നീ എന്നെ കൊണ്ടുപോകണമെന്ന് മാർട്ടിൻ അവളോട് പറയും. എന്നിട്ട് റെബേക്ക തന്റെ ബോയ് ഫ്രണ്ടിനോട് പറയും, നീ കാറിൽ ഇരുന്നാൽ മതി, എന്റെ മമ്മി കുറച്ച് ക്രേസിയാണ്, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് റെബേക്ക തന്റെ അനിയനോട് ചോദിക്കും, മമ്മിയെ കാണാൻ ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ എന്ന്. ഡയാന എന്ന പേരുള്ള ഒരു ഫ്രണ്ട് വരാറുണ്ട് എന്ന് മമ്മി പറയാറുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അവൻ അവളോട് പറയും. ഇത് കേട്ട് ഞെട്ടിയ റെബേക്ക അവനോട് പറയും, ഡയാന എന്ന് പേരുള്ള ഒരാളില്ല, എന്റെ ചെറുപ്പത്തിലും മമ്മി ഡയാനയെ പറ്റി പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട് എന്ന് അവനോട് പറയും. അപ്പോഴേക്കും സോഫി പുറത്തേക്ക് വന്ന് തന്റെ മകൾ റെബേക്കയോട് ചോദിക്കും, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. റെബേക്ക പറയും, ഞാൻ മാർട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് വന്നതെന്ന്. ഇത് കേട്ട സോഫി റെബേക്കയോട് പറയും, നിന്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോയ ശേഷം എനിക്ക് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നീ വലുതായപ്പോൾ നീയും പോയി, അതിനുശേഷമാണ് ഞാൻ പോളിനെ മാരി ചെയ്യുന്നത്, പോളും മരിച്ചു, ഇനി എനിക്ക് മാർട്ടിൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നീ അവനെ കൊണ്ടുപോകരുതെന്ന് സോഫി റെബേക്കയോട് പറയും. എന്നാൽ ഇതേ സമയം തന്റെ റൂമിൽ പോയി തന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് മാർട്ടിൻ പുറത്തേക്ക് വരുമ്പോൾ ആ പ്രേതമുണ്ടെന്ന് തോന്നിയ റൂമിലേക്ക് അവൻ എത്തി നോക്കും. അപ്പോൾ അവിടെ ആരെയും കാണില്ല. എന്നാൽ ആ ഡോർ ക്ലോസ് ചെയ്യാൻ നേരത്ത് ആ ഗോസ്റ്റ് അങ്ങോട്ടേക്ക് വന്ന് അവനെ പേടിപ്പിക്കും. അതിനുശേഷം റെബേക്ക തന്റെ മമ്മിയോട് പറയും, മമ്മി എന്തിനാ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് നിർത്തിയത്, ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞു മാർട്ടിനെയും കൂട്ടി റെബേക്ക അവിടെ നിന്ന് പോകും. എന്നാൽ മാർട്ടിനെ കൊണ്ടുപോകരുതെന്നും പറഞ്ഞ് സോഫി അവിടെ ഇരുന്ന് കരയും. അങ്ങനെ തന്റെ വീട്ടിലെത്തിയ റെബേക്ക മാർട്ടിന് കിടക്കാനുള്ള മുറിയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോഴേക്കും റെബേക്കയുടെ ബോയ് ഫ്രണ്ട് അവളോട് പറയും, നിന്റെ മമ്മിക്ക് മെന്റലി പ്രോബ്ലം ഉണ്ട്, നിന്റെ അനിയനെ നീ ഇപ്പോൾ പേടിയിൽ നിന്ന് രക്ഷിച്ചതുപോലെ നിന്റെ മമ്മിയുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കാനും നിനക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയും. എന്നാൽ അത് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് റെബേക്ക അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. അങ്ങനെ അന്ന് രാത്രി റെബേക്ക തന്റെ അനിയൻ ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും തന്റെ അനിയന്റെ മുടി ചീകി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം രാത്രി ഉറങ്ങാൻ കിടന്ന റെബേക്ക തന്റെ അനിയൻ തന്റെ അടുത്തില്ല എന്ന് മനസ്സിലാക്കി എണീക്കും. അപ്പോഴേക്കും ലൈറ്റ് ഓഫ് ആകുമ്പോൾ പുറത്ത് ആ ഗോസ്റ്റ് വന്നിരുന്ന് എന്തോ ചെയ്യുന്നത് കണ്ട് റെബേക്ക പേടിക്കും. ലൈറ്റ് വീണ്ടും ഓൺ ആകുമ്പോൾ ആ ഗോസ്റ്റ് അവിടെ നിന്ന് പോകും. വീണ്ടും ലൈറ്റ് ഓഫ് ആകുമ്പോൾ ആ ഗോസ്റ്റ് അവിടെ വന്നിരുന്ന് എന്തോ ചെയ്യുന്നത് കണ്ട് റെബേക്ക പേടിച്ച് തന്റെ ബെഡിന് താഴേക്ക് ഇറങ്ങും. എന്നാൽ പെട്ടെന്ന് റെബേക്കയെ കണ്ട ഗോസ്റ്റ് റെബേക്കയ്ക്ക് നേരെ വരും. റെബേക്ക പേടിച്ച് നിലവിളിക്കുമ്പോഴേക്കും ലൈറ്റ് വരും. അപ്പോഴേക്കും ആ ഗോസ്റ്റ് അവിടെ നിന്ന് പോകും. റെബേക്ക ഓടിപ്പോയി തന്റെ മുറിയിലെ ലൈറ്റ് ഓഫാക്കിയ ശേഷം
പേടിച്ച് തന്റെ അനിയനെ അവിടെ എല്ലാം നോക്കും. അപ്പോഴാ കർട്ടന്റെ ബേക്കിൽ ശബ്ദം കേട്ട റെബേക്ക പതിയെ ആ കർട്ടൻ മാറ്റി നോക്കുമ്പോൾ ബാത്ത് ടബിൽ ലൈറ്റും ഓണാക്കി സുഖമായി കിടന്നുറങ്ങുകയാണ് മാർട്ടിൻ സേഫാണെന്ന് അറിയുമ്പോൾ റെബേക്കയ്ക്ക് ആശ്വാസമാകും. തൊട്ടടുത്ത ദിവസം ആ ചൈൽഡ് സർവീസ് ഓഫീസർ റെബേക്കയുടെ വീട്ടിലെത്തിയ ശേഷം പറയും, നിങ്ങളുടെ അനിയനെ നിങ്ങളോടൊപ്പം നിർത്താൻ പാടില്ല എന്നും പറഞ്ഞ് നിങ്ങളുടെ മമ്മി കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് അവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് പറയും. എന്നാൽ എന്റെ മമ്മിക്ക് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് അവൻ എന്നോടൊപ്പം വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ലീഗലി നിങ്ങളുടെ അനിയന്റെ ഗാർഡിയൻ സോഫിയാണ്, എന്തേലും ഉണ്ടെങ്കിൽ കോടതിയിൽ പോയി പ്രൂവ് ചെയ്താൽ മതി എന്നും പറഞ്ഞ് മാർട്ടിനെയും കൂട്ടി അവരവിടെ നിന്ന് പോകും. എന്നാൽ മാർട്ടിൻ പോയ ശേഷം ഫ്ലോറിൽ കിടന്ന ക്ലോത്ത് എല്ലാം എടുത്ത് മാറ്റുമ്പോഴാണ് റെബേക്ക കാണുന്നത് ഇന്നലെ ആ ഗോസ്റ്റ് വന്നിരുന്ന സ്ഥലത്ത് ഡയാന എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇന്നലെ താൻ കണ്ടതൊന്നും തന്റെ തോന്നലല്ലായിരുന്നു എന്ന്. അപ്പോഴേക്കും റെബേക്ക തന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി ആലോചിക്കും. റെബേക്ക തന്റെ അച്ഛന്റെയും അമ്മയുടെയും തന്റെയും ചിത്രം വരച്ചുകൊണ്ടിരിക്കും. പിറകിൽ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കും. എന്നാൽ അപ്പോഴേക്കും താൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രം അവിടെ കാണാതാകും. അപ്പോൾ അവൾ ആ മുറിയുടെ കോർണറിൽ എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പോയി ലൈറ്റ് ഓണാക്കി നോക്കുമ്പോൾ താൻ വരച്ചുകൊണ്ടിരുന്ന ചിത്രത്തിൽ തന്റെ അച്ഛന്റെ മുഖം വെട്ടിയ ശേഷം അവിടെ ഡയാന എന്ന് പേരുള്ള മറ്റൊരു ചിത്രം വരച്ചിരിക്കുന്നു. അതേ ഡയാന ഗോസ്റ്റ് ആണ് ഇന്നലെ തന്റെ വീട്ടിൽ വന്നതെന്ന് മനസ്സിലാക്കിയ റെബേക്ക ഉടനെ തന്നെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും. അതിനുശേഷം സോഫി ഇല്ലാത്ത സമയം നോക്കി റെബേക്ക തന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി തന്റെ അമ്മയുടെ വീട്ടിൽ കയറും. എന്നിട്ട് റെബേക്ക തന്റെ ബോയ് ഫ്രണ്ടിനോട് പറയും ഇവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടും, എല്ലായിടവും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറയും. റെബേക്ക അങ്ങനെ മുകളിലേക്ക് കയറി അടച്ചിട്ടിരിക്കുന്ന ആ ഇരുട്ട് മുറിയിലേക്ക് കയറും. അങ്ങനെ അവിടെ സെർച്ച് ചെയ്യുമ്പോഴാണ് തന്റെ മമ്മിയുടെയും ഡയാന എന്നു പേരുള്ള ഒരു ക്രീപ്പി ലുക്കുള്ള ഒരു പെൺകുട്ടിയുടെയും പഴയ ചിത്രം കാണുന്നത്. അതിനുശേഷം അവൾ അവിടെ എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ മൾബറി മെന്റൽ ഹോസ്പിറ്റൽ എന്ന് പേരുള്ള ഒരു ബോക്സ് കാണും. ആ ബോക്സ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു ടേപ്പ് കിട്ടും. റെബേക്ക ആ ടേപ്പ് പ്ലേ ചെയ്യും. ആ ടേപ്പിൽ പറയുന്നത് ഡയാന എന്ന പേരുള്ള ഒരു പ്രത്യേകതരം സ്കിൻ ഡിസീസ് ഉള്ള ഒരു ഗേളിനെ പറ്റിയാണ്. അവൾ എല്ലാവരെയും ഉപദ്രവിക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ മൾബറി ഹോസ്പിറ്റലിൽ വെച്ചാണ് അവൾ സോഫിയെ പരിചയപ്പെടുന്നത്. എന്നാൽ സോഫി അവളുടെ ഫ്രണ്ട് ആയിരുന്നെങ്കിലും സോഫിയുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വരുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഡയാനയുടെ അസുഖം മൂർച്ഛിച്ചപ്പോൾ ഒരു ദിവസം ഡോക്ടർമാർ ഒരു പരീക്ഷണം അവളുടെ ദേഹത്ത് നടത്തി. എന്നാൽ ആ പരീക്ഷണത്തോടു കൂടി ഡയാന മരിച്ചു. ഇതെല്ലാം കേട്ട് പേടിച്ച റെബേക്ക തന്റെ മമ്മിയുടെ റൂമിലേക്ക് പോയി. ആ റൂമിൽ നല്ല ഇരുട്ടായത് കൊണ്ട് ലൈറ്റ് ഓണാക്കാനായി റെബേക്ക ലൈറ്റ് നോക്കുമ്പോൾ ലൈറ്റ് എല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തറയിൽ ഒരു പേപ്പർ കണ്ട് അവൾ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് താൻ കുട്ടിയായിരിക്കുമ്പോൾ വരച്ച ആ ചിത്രം തന്റെ മമ്മിയുടെ റൂമിൽ നിന്ന് കാണുന്നത്. റെബേക്ക ആ ചിത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡോർ തനിയെ ക്ലോസ് ആകുകയും അവിടെയെല്ലാം ഇരുട്ടാവുകയും ചെയ്യും. പേടിച്ചു പോയ റെബേക്ക തന്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുമ്പോഴേക്കും ആ പ്രേതം അങ്ങോട്ടേക്ക് വന്ന് റെബേക്കയെ തൂക്കിയെടുക്കും. അപ്പോഴേക്കും അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്ന് വാതിൽ തുറക്കുമ്പോൾ റൂമിലേക്ക് ലൈറ്റ് വരികയും ആ പ്രേതം അവളെ വിട്ടിട്ട് പോവുകയും ചെയ്യും. ഉടനെ തന്നെ റെബേക്കയും അവളുടെ ബോയ് ഫ്രണ്ടും വീട്ടിന്റെ ബാക്ക് വഴി പുറത്തേക്ക് ഇറങ്ങി വരും. ഇതേ സമയം സോഫി തന്റെ മകൻ മാർട്ടിനെയും കൂട്ടി വീട്ടിലേക്ക് വരും. എന്നിട്ട് സോഫി മാർട്ടിനോട് പറയും, എനിക്കറിയാം മോൻ ഈ വീട് പേടിയാണെന്ന്, പേടി മാറ്റാൻ നമുക്ക് ഇന്നൊരു സിനിമ കാണാമെന്ന് പറയും. സിനിമ കാണാൻ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ എന്ന് പേടിച്ചുകൊണ്ട് മാർട്ടിൻ ചോദിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഇരുന്ന് സിനിമ കാണുമ്പോൾ സോഫി മാർട്ടിനോട് ചോദിക്കും, നിന്റെ ചേച്ചിക്ക് എല്ലാം പേടിയാണ് അല്ലേ എന്ന്. മാർട്ടിൻ പറയും, ചേച്ചിക്ക് ഒന്നും പേടിയില്ല, ചേച്ചി വളരെ സ്ട്രോങ് ആയ ഒരാളാണ് എന്ന്. ചേച്ചി എല്ലാ കാര്യങ്ങളെയും ധൈര്യത്തോടെയാണ് ഫേസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സോഫി പെട്ടെന്ന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് TV പോസ്റ്റ് ചെയ്തു പോകും. അതിനുശേഷം സോഫി അവിടെയുള്ള ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് എന്തിനാണ് ഓഫ് ചെയ്യുന്നതെന്ന് ചോദിച്ച് മാർട്ടിൻ കരയാൻ തുടങ്ങും. അപ്പോഴേക്കും സോഫി മാർട്ടിന്റെ അടുത്ത് വന്ന് പറയും, അമ്മയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഓഫ് ചെയ്തത്. അപ്പോഴേക്കും ആ ഗോസ്റ്റ് പതിയെ നടന്ന് മാർട്ടിന്റെ അടുത്തേക്ക് വരും. മാർട്ടിൻ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഗോസ്റ്റ് തന്റെ തലയുടെ മുകളിൽ ഇരിക്കുകയാണ്. മാർട്ടിൻ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് ഓടിപ്പോകും. എന്നാൽ മാർട്ടിൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് കണ്ട് സോഫി അവിടെ കിടന്ന് കരയും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയ റെബേക്ക തന്റെ മമ്മി മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ തന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ പേടിച്ചോടി വന്ന മാർട്ടിൻ ആയിരുന്നു അത്. എന്നാൽ മാർട്ടിന് കഴിക്കാൻ ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ഞാൻ ഫുഡ് വാങ്ങി വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും റെബേക്ക തങ്ങളുടെ മമ്മി പണ്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്, എന്നാൽ മരിച്ച ശേഷം ആ ഗോസ്റ്റ് നമ്മുടെ മമ്മിയോടൊപ്പം ഉണ്ട്. ആ ഗോസ്റ്റിന് ഈ വേൾഡുമായുള്ള ആകെ കണക്ഷൻ നമ്മുടെ മമ്മിയാണ്. മമ്മി മെഡിസിൻ കഴിച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ ആ ഗോസ്റ്റ് നമ്മളെ വിട്ട് പോകുമെന്ന് റെബേക്ക അവനോട് പറയും. ഇതേ സമയം ഫുഡും വാങ്ങി വന്ന് മാർട്ടിൻ കോളിംഗ് ബെൽ അടിക്കുന്നു എന്നും പറഞ്ഞ് റെബേക്ക ഡോർ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. പേടിച്ച റെബേക്ക മാർട്ടിനെ നോക്കും. ആ ഗോസ്റ്റ് ഇപ്പോൾ തങ്ങളുടെ അടുത്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അവർ പേടിച്ച് ചുറ്റും നോക്കും. അപ്പോൾ വീട്ടിനുള്ളിൽ നിന്നൊരു ശബ്ദം കേട്ട് റെബേക്ക ഉടനെ തന്നെ വീട്ടിനുള്ളിലേക്ക് പോയി ലൈറ്റ് ഓൺ ചെയ്യാനായി നോക്കുമ്പോൾ കട്ടിനടിയിലെ ഇരുട്ടിൽ നിന്നും ആ ഗോസ്റ്റ് മാർട്ടിനെ വലിച്ച് കട്ടിന്റെ അടിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ റെബേക്ക ഒരുവിധം മാർട്ടിനെ വലിച്ച് പുറത്തേക്ക് കയറ്റും. ഇനി മമ്മിയുടെ മെന്റൽ ഹെൽത്ത് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അവർ 3 പേരും
അന്ന് രാത്രി സോഫിയുടെ അടുത്തേക്ക് പോകും. സോഫിക്ക് അപ്പോൾ വലിയ സന്തോഷമാകും. എന്നാൽ റെബേക്ക സോഫിയോട് പറയും, മമ്മി മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഡയാന അപ്പോൾ തന്നെ മരിച്ചു പോയിരുന്നു, ഇപ്പോഴുള്ളത് അവളുടെ ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ച ശേഷം ഗോസ്റ്റ് ഒക്കെ ഒരു മിത്താണ്, എന്റെ ഫ്രണ്ട് ഡയാന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സോഫി വീടിനുള്ളിലേക്ക് പോകും. അതിനുശേഷം മാർട്ടിൻ റെബേക്കയോട് ചോദിക്കും, നിനക്ക് ഇന്നിവിടെ നിൽക്കാമോ? എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാകുന്നു എന്ന്. നീ പേടിക്കേണ്ട, ഞാനും എന്റെ ബോയ് ഫ്രണ്ടും ഇന്നിവിടെ നിൽക്കാമെന്ന് പറഞ്ഞ ശേഷം വീടിനുള്ളിലേക്ക് ലൈറ്റ്സ് വരാൻ വേണ്ടി അവർ ആ കർട്ടനൊക്കെ മാറ്റിയിടുകയും ലൈറ്റ് ഓഫാക്കാതിരിക്കാൻ വേണ്ടി ടേപ്പ് കൊണ്ട് ആ സ്വിച്ച് ഒക്കെ ഒട്ടിക്കുകയും ചെയ്യും. ഇതേ സമയം മാർട്ടിൻ അകത്തേക്ക് വന്ന് വലിയൊരു മെഴുകുതിരി കത്തിച്ചു വെക്കും. അതിനുശേഷം കിടക്കാൻ നേരം അവൻ റെബേക്കയോട് ചോദിക്കും, ഇന്ന് നിനക്ക് എന്റെ കൂടെ കിടക്കാമോ എന്ന്. ഞാൻ പോയി എന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ റൂമിൽ നിന്ന് പോകാൻ നേരം കഴിഞ്ഞ ദിവസം തന്നെ ഗോസ്റ്റ് പിടിച്ച ആ റൂം ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം അവൾ തന്റെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന്, മാർട്ടിൻ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് അവനോടൊപ്പം കിടക്കാം, നീ ഇവിടെ കൗച്ചിൽ കിടന്നോളാൻ പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറി. അതിനുശേഷം അവൾ തന്റെ മമ്മിയുടെ റൂമിന്റെ അടുത്തെത്തി, ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പറയും. അപ്പോഴേക്കും സോഫി പുറത്തേക്ക് വരും. സോഫി വന്ന് റെബേക്കയോട് പറയും, നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ അടുത്ത ദിവസം തൊട്ട് മെഡിസിൻ കഴിച്ചു തുടങ്ങാമെന്ന് അവൾ റെബേക്കയ്ക്ക് വാക്ക് കൊടുക്കും. അതിനുശേഷം പുറത്തേക്ക് വന്ന് റെബേക്കയുടെ കയ്യിൽ എന്തോ വെച്ച് കൊടുത്ത് ഗുഡ് നൈറ്റ് പറയും. അപ്പോഴേക്കും സോഫിയ ഗോസ്റ്റ് പുറകിൽ നിന്ന് വലിച്ച് റൂമിനുള്ളിലേക്ക് കയറ്റി. റെബേക്ക മമ്മി തന്റെ കയ്യിൽ വെച്ച നോട്ട് എടുത്ത് നോക്കുമ്പോൾ ഐ നീഡ് എ ഹെൽപ്പ് എന്ന് എഴുതിയിരുന്നു. റെബേക്ക ഉടനെ തന്നെ വന്ന് തന്റെ മമ്മിയുടെ മെഡിസിൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് മെഡിസിൻ നോക്കുമ്പോൾ റൂമിലെ ലൈറ്റ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും കണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചർ ആണെന്ന് മനസ്സിലാക്കിയ റെബേക്ക മരുന്ന് നോക്കുന്നത് നിർത്തി ഉടനെ തന്നെ തന്റെ അനിയന്റെ റൂമിലേക്ക് പോയി അവനോടൊപ്പം കിടക്കും. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ റൂമിൽ കറണ്ട് പോവുകയും റെബേക്ക തന്റെ അനിയന്റെ അടുത്ത് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച ശേഷം ലൈറ്റും എടുത്ത് തന്റെ ബോയ് ഫ്രണ്ട് കിടന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവനെ അവിടെ കാണില്ല. അവളുടെ ബോയ് ഫ്രണ്ട് കറണ്ട് പോയത് കാരണം ലൈറ്റും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും ഇതേ സമയം റെബേക്ക ബേസ്മെന്റിലേക്ക് പോയി കറണ്ട് എന്താണ് പോയതെന്ന് അറിയാൻ വേണ്ടി അവിടെയുള്ള സ്വിച്ച് ബോർഡിന്റെ അടുത്തേക്ക് ചെന്നു. സ്വിച്ച് ബോർഡ് എല്ലാം ആരോ മനഃപൂർവ്വം കംപ്ലൈന്റ് ആക്കിയെന്ന് മനസ്സിലാക്കിയ റെബേക്ക അത് അവിടെ നിന്ന് ശരിയാക്കാൻ നോക്കുകയാണ്. എന്നാലും അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്റെ ചേച്ചി അടുത്തില്ല എന്ന് മനസ്സിലാക്കിയ മാർട്ടിൻ ആ മെഴുകുതിരിയും എടുത്ത് റെബേക്ക എന്ന് ഉറക്കെ വിളിച്ച് അവിടെയെല്ലാം നടന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഗോസ്റ്റിന്റെ പ്രസൻസ് അവന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ആ ഗോസ്റ്റ് അവന്റെ കാലിൽ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ മെഴുകുതിരിയുടെ വെട്ടം കാണിച്ച് അവൻ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും തന്റെ ചേച്ചി ബേസ്മെന്റിലുണ്ട് എന്ന് മനസ്സിലാക്കിയ മാർട്ടിൻ ബേസ്മെന്റിലേക്ക് ചെന്ന് അവളോട് പറയും, ഇനി നീ എന്നെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന്. ഇതേ സമയം അവളുടെ ബോയ് ഫ്രണ്ട് ലൈറ്റുമായി വീടിനുള്ളിലേക്ക് വരുമ്പോൾ റെബേക്കയും അവളുടെ അനിയനും ഹെൽപ്പേഴ്സ് എന്ന് വിളിച്ചു പറയും. അപ്പോഴേക്കും അവരെ ഹെൽപ്പ് ചെയ്യാനായി ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഗോസ്റ്റ് ബോയ് ഫ്രണ്ടിന്റെ അടുത്തേക്ക് വരും. അവൻ അതിന് നേരെ ലൈറ്റ് അടിക്കും. എന്നാൽ വീണ്ടും അവൻ ആ ഡോർ ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ആ ഗോസ്റ്റ് അടുത്തേക്ക് വരും. അപ്പോൾ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കി അവൻ അവിടെ നിന്ന് ഓടും. എന്നാൽ ലൈറ്റിൽ നിന്ന് ഇരുട്ടിലേക്ക് കയറുമ്പോൾ വീണ്ടും ആ ഗോസ്റ്റ് അവനെ അറ്റാക്ക് ചെയ്യും. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന കാറിന്റെ കീ എടുത്ത് ലൈറ്റ് ഓൺ ആക്കും. അപ്പോഴേക്കും ആ ഗോസ്റ്റ് അവിടെ നിന്ന് പോകും. അവൻ തന്റെ കാറും എടുത്ത് ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. അപ്പോഴേക്കും ശബ്ദം കേട്ട് റെബേക്കയുടെ മമ്മി ഒരു മെഴുകുതിരി എടുത്ത് വരുമ്പോൾ റെബേക്കയുടെ മമ്മിയെ കാണുമ്പോൾ ആ ഗോസ്റ്റ് അവിടെ നിന്ന് ഓടിപ്പോകും. എന്നാൽ ഞാൻ കാരണമാണല്ലോ നീ എന്റെ മക്കളെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ റെബേക്ക തന്റെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കാനായി ഒരുങ്ങുമ്പോൾ ഡയാന അവളെ പിടിച്ച് താഴേക്കിടുകയും അവളുടെ ബോധം പോവുകയും ചെയ്യും. ഇതേ സമയം ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന റെബേക്കയും അനിയനും അവിടെ ഉണ്ടായിരുന്ന പേപ്പർ എല്ലാം കത്തിച്ച് അവിടെയെല്ലാം പ്രകാശമുണ്ടാക്കും. അതിനുശേഷം റെബേക്ക അവിടെ ചുറ്റും നോക്കുമ്പോൾ അവിടെ നിന്ന് അവൾക്കൊരു ലൈറ്റ് കിട്ടും. അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായി റെബേക്ക ഉള്ളിലേക്ക് പോകുമ്പോൾ ഗോസ്റ്റിന്റെ വിരലടയാളങ്ങൾ അവൾ അവിടെയെല്ലാം കാണും. റെബേക്ക പേടിച്ച് വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം ആ ഗോസ്റ്റ് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുകയാണ്. തന്റെ കാണാതായ പപ്പയെ കൊന്നതും ആ ഗോസ്റ്റ് ആണെന്ന് അവൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാകും. എന്നാൽ അതിന് തൊട്ടടുത്തായി വികൃത രൂപങ്ങളുള്ള കുറെ അധികം സ്കൾപ്ചേഴ്സ് അവൾ കാണും. ഇതെല്ലാം കണ്ട് പേടിച്ച റെബേക്ക സാവധാനം ഉള്ളിലേക്ക് ചെന്നപ്പോൾ പെട്ടെന്ന് ആ ഗോസ്റ്റ് അവളുടെ മുന്നിലേക്ക് ചാടി വന്നു. റെബേക്ക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി നോക്കിയപ്പോൾ ആ ഗോസ്റ്റ് അങ്ങോട്ടേക്ക് വന്ന് റെബേക്കയുടെ കയ്യിൽ പിടിക്കും. എന്നാൽ റെബേക്കയുടെ കയ്യിലുള്ള ലൈറ്റ് ആ ഗോസ്റ്റിന്റെ കയ്യിൽ അടിക്കുമ്പോൾ ഗോസ്റ്റിന് ഹേർട്ട് ആവുന്നുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തന്റെ അനിയന്റെ അടുത്ത് വന്ന് പറയും, ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗോസ്റ്റിനെ ഹേർട്ട് ചെയ്യാമെന്ന്. എന്നാൽ ഇതേ സമയം റെബേക്കയുടെ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് നേരെ ചെന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ 2 പോലീസുകാർ റെബേക്കയുടെ വീടിനുള്ളിലേക്ക് വരും. എന്നാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ശബ്ദം കേട്ട റെബേക്ക ഹെൽപ്പ് മീ എന്ന് വിളിച്ചു പറയുമ്പോൾ ആ പോലീസുകാരൻ അവരുള്ള സ്ഥലത്ത് വന്ന് ആ ഡോർ ഓപ്പൺ ആക്കും. ഇതേ സമയം റെബേക്കയുടെ മമ്മിക്കും ബോധം വരും. ഇങ്ങനെ അവർ റെബേക്കയും അനിയനെയും ബേസ്മെന്റിൽ നിന്ന് രക്ഷിക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കും. ഗണ്ണും എടുത്ത് ആ പോലീസുകാരൻ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ആ ഗോസ്റ്റ് അങ്ങോട്ടേക്ക് ചാടി വരും. എന്നാൽ ആ പോലീസുകാരനാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ആ ഗോസ്റ്റിനെ വെടിവെക്കും. എന്നാൽ അപ്പോഴേക്കും ആ ഗോസ്റ്റ് ആ പോലീസുകാരനെ അറ്റാക്ക് ചെയ്ത് കൊല്ലും. അവിടെ ഉണ്ടായിരുന്ന ആ ലേഡി ഓഫീസറിനെയും ആ ഗോസ്റ്റ് കൊന്ന ശേഷം റെബേക്കയുടെ പിന്നാലെ വരും. റെബേക്ക തന്റെ അനിയനെ പുറത്തേക്ക് അയച്ച ശേഷം തന്റെ കയ്യിലുള്ള ലൈറ്റും ആ ഗോസ്റ്റിനെ ഹേർട്ട് ചെയ്യുന്ന ലൈറ്റും എടുത്ത് റെബേക്ക സാവധാനം മുകളിലേക്ക് കയറി വരും. റെബേക്ക മുകളിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ആ ഗോസ്റ്റ് പുറകുന്ന് റെബേക്കയെ പിടികൂടി. റെബേക്ക തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റ് കൊണ്ട് ആ ഗോസ്റ്റിനെ ഹേർട്ട് ചെയ്യുമെങ്കിലും ആ ഗോസ്റ്റ് റെബേക്കയെ മുകളിൽ നിന്നെടുത്ത് താഴേക്ക് എറിയും. എന്നിട്ട് ആ ഗോസ്റ്റ് റെബേക്കയെ കൊല്ലാനായി വരുമ്പോൾ റെബേക്കയുടെ മമ്മി ആ പോലീസുകാരന്റെ ഗണ്ണും എടുത്ത് തന്റെ മകളെ മര്യാദയ്ക്ക്
ഒറ്റയ്ക്ക് വിട് ഡയാന എന്ന് പറയും. എന്നിട്ട് ആ ഗോസ്റ്റിന് നേരെ വെടിവെക്കുമ്പോൾ അതിനൊന്നും തന്നെ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ റെബേക്കയുടെ മമ്മി, ഞാൻ ജീവിച്ചിരുന്നാലല്ലേ നിനക്കെന്റെ മക്കളെ ഹേർട്ട് ചെയ്യാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് സ്വന്തം തലയ്ക്ക് തന്നെ വെടിവെക്കും. ഇപ്പോൾ തന്നെ ആ ഗോസ്റ്റും ചാരമായി പോകും. എന്റെ മമ്മി ആത്മഹത്യ ചെയ്തത് കണ്ട് റെബേക്ക അലറി വിളിക്കും. അങ്ങനെ അവരുടെ മമ്മി മരിക്കുന്നതോടുകൂടി ആ ഗോസ്റ്റും അവരുടെ ലൈഫിൽ നിന്നും എന്നേക്കുമായി പോകും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവർ 3 പേരും അടുത്തിരിക്കുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.